മുട്ടിക്കടവ് നിവാസികളുടെ വർഷങ്ങളായുള്ള പ്രതീക്ഷക്കൊടുവിൽ നിറവേകുന്നു. പുന്നപ്പുഴയ്ക്ക് കുറുകെ പുതുക്കിയ പാലം യാഥാർത്ഥ്യമായി. 6.20 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 90 മീറ്റർ നീളമുള്ള പാലം ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പാലത്തിനൊപ്പം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ അപ്രോച്ച് റോഡുകൾ നിർമ്മിച്ചതിനാൽ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. മുട്ടിക്കടവ് നിവാസികളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിരാമമാക്കി പുതിയ പാലം യാഥാർത്ഥ്യമായി. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പുന്നപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മുട്ടിക്കടവ് പാലം അപ്രോച്ച് റോഡും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 2020-21 വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി 6.20 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 90 മീറ്റർ നീളമുള്ള ഈ പാലത്തിന് 4 സ്പാനുകളാണുള്ളത്. കൂടാതെ 7.5 മീറ്റർ വീതിയുള്ള ക്യാരേജ് വേയും 1.35 മീറ്റർ വീതി വരുന്ന നടപ്പാതയും ഉൾപ്പെടുത്തി മൊത്തം 9.5 മീറ്റർ വീതിയുള്ളതാണ് പാലം. പാലത്തിന്റെ അപ്രോച്ച് റോഡുകളും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു. മുട്ടിക്കടവ് ഭാഗത്ത് 217 മീറ്റർ നീളത്തിലും പാലത്തിന്റെ അപ്രോച്ച് റോഡുകളും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു. മുട്ടിക്കടവ് ഭാഗത്ത് 217 മീറ്റർ നീളത്തിലും പള്ളിക്കുത്ത് ഭാഗത്ത് 80 മീറ്റർ നീളത്തിലും ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് അപ്രോച്ച് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ പ്രദേശവാസികളുടെ യാത്രാ സൗകര്യം വർദ്ധിച്ചതായി അധികൃതർ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി അധ്യക്ഷനായി. ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹാൻസി, നിഷിത മുഹമ്മദ്, PV പുരുഷോത്തമൻ എന്നിവർക്കൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് T രവീന്ദ്രൻ, താജ് സക്കീർ, പറമ്പിൽ ബാവ, മാത്യു K ആന്റണി, MA തോമസ്, വിനീഷ്, പ്രൊഫസർ അബ്രഹാം B മാത്യു, P മധു, ഷൗക്കത്ത് കോയിക്കോടൻ തുടങ്ങിയവരും ചടങ്ങിൽ പ്രസംഗിച്ചു. പ്രാദേശിക വികസനത്തിന്റെ ഭാഗമായ പുതിയ പാലം ദൈനംദിന യാത്രകൾക്കും വാഹനങ്ങൾക്കുമുള്ള ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. ടൂറിസം മേഖലയെ ഇത് ഗുണകരമായി ബാധിക്കുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നു. ചടങ്ങിൽ ഹൈജിൻ ആൽബർട്ട് സ്വാഗതവും C റിജോ റിന നന്ദിയും പറഞ്ഞു. വലിയ ജനപങ്കാളിത്തത്തോടെ നടത്തിയ ഉദ്ഘാടന പരിപാടി ആഘോഷപൂർവ്വം നടക്കുകയും പാലത്തിന്റെ പ്രാധാന്യം ഉയർത്തി കാണിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് 1TV ന്യൂസ്.